സോ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപ്പോസിസോണൻ മിഡ് ഡാറ്റീവ് und അക്യുസാറ്റീവ് എന്ന് വെച്ചാൽ പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്യുസാറ്റീവിലായാലും ഡാറ്റീവിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ പ്രിപ്പോസിഷൻസ് ആണ്. സോ ഇപ്പോൾ രണ്ട് സർക്കിൾ നിങ്ങൾക്ക് കാണാം. സെൻറ്ററിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളതും ഇവിടെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് അക്യുസാറ്റീവും ഇവിടെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റീവും. ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ഇപ്പോൾ അക്യുസാറ്റീവിൻ്റെ താഴെയുള്ള ഈ കറുപ്പിലുള്ള പ്രിപ്പോസിഷൻസ് മാത്രം അക്യുസാറ്റീവിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രിപ്പോസിഷൻ എഴുതിയിട്ട് സെൻറ്റൻസ് ഡാറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് കംപ്ലീറ്റ്ലി അക്യുസാറ്റീവ് മാത്രം. അതുപോലെ തന്നെ ഡാറ്റീവിലും ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ഡാറ്റീവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അക്യുസാറ്റീവ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രിപ്പോസിഷൻസ് വന്നാൽ തന്നെ ആ സെൻറ്റൻസ് ഡാറ്റീവ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ സെൻറ്ററിലുള്ള ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ഇൻ, അൻ, ഔഫ്, നേബൻ, ഹിൻഡ്, യൂബ്, ഉണ്ട്, ഫോ, സ്വിഷൻ, ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് നമുക്ക് അക്യുസാറ്റീവിലും യൂസ് ചെയ്യാം, ഡാറ്റീവിലും യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ബോത്ത് അക്യുസാറ്റീവ് ആസ് വെൽ ആസ് ഡാറ്റീവ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് എല്ലാം മെമ്മറൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വേറെ ഏതൊരു വഴിയുമില്ല, ടിപ്സും ഇല്ല, ട്രിക്സും ഇല്ല. ഇത് മെമ്മറൈസ് ചെയ്താലേ നമുക്ക് എളുപ്പമായിരിക്കും ഇത് ഡാറ്റീവ് ആണോ അല്ലെങ്കിൽ അക്യുസാറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഈ പറയുന്ന പ്രിപ്പോസിഷൻസിനെയാണ് നമ്മൾ വെക്സൽ പ്രിപ്പോസിഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വെക്സൽ പ്രിപ്പോസിഷൻ വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ ഡാറ്റീവ് ആൻഡ് അക്യുസാറ്റീവ്. ഈ പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ആ കൺഫ്യൂഷനെ മാറ്റാനാണ് നമുക്ക് നേരത്തെ തന്നെ വേർബ്സ് ഡാറ്റീവിലാണോ അക്യുസാറ്റീവിലാണോ ആർട്ടിക്കിൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ, സബ്ജക്റ്റിനെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കുറേ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഇതിനെ തിരിച്ചറിയുന്നത്. ഇൻ, അൻ, ഔഫ് ഈ വരുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന വേർബ് ആയാലും ഇതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻസിനെ അയച്ചാലും ഐഡന്റിഫൈ ചെയ്ത് ഇത് അക്യുസാറ്റീവ് ആണോ അല്ലെങ്കിൽ ഡാറ്റീവ് ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ പ്രിപ്പോസിഷൻസിനെ യൂസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിളിനെ നോക്കാം.